എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ വീണ്ടും സ്വന്തം തട്ടകമായ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ പരാജയം അറിഞ്ഞിരിക്കുകയാണ് RCB. കഴിഞ്ഞ ദിവസം നടന്ന പോരാട്ടത്തിൽ ഹോം മത്സരത്തിൽ 7 വിക്കറ്റിനായിരുന്നു RCBയുടെ പരാജയം. 19 RCB ഉയർത്തിയ 182 റൺസ് എന്ന വിജയലക്ഷ്യം 19 പന്തുകൾ ബാക്കി നിൽക്കെ KKR ലക്ഷ്യം കണ്ടായിരുന്നു. 7 വിക്കറ്റിനായിരുന്നു KKRൻ്റെ വിജയം. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ RCBക്കെതിരെ വ്യക്തമായ മേധാവിത്വമുണ്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്. അതൊന്നുകൂടി ആക്കം കൂട്ടിയിട്ടുണ്ട് നൈറ്റ് റൈഡേഴ്സ്. ഒപ്പം നമുക്കറിയാം, ഈ ഒരു IPL സീസണിലെ ട്രെൻഡ് തന്നെയായിരുന്നു. ആദ്യത്തെ കുറേയധികം മത്സരങ്ങൾ കഴിയുമ്പോൾ ഹോം മത്സരങ്ങളിൽ ആദ്യത്തെ ടീം തന്നെ മത്സരം വിജയിച്ച് കയറിയത്. എന്നാൽ ഇന്നലെ RCBയെ അവരുടെ തട്ടകമായ ചിന്നസ്വാമിയിൽ KKR പരാജയപ്പെടുത്തിയതോടുകൂടി ആ ഒരു ട്രെൻഡിനും ഇപ്പോൾ അന്ത്യം വന്നിട്ടുണ്ട്. 20 ഓവറിൽ 152 റൺസായിരുന്നു RCB നേടിയത്. KKR മറുപടി ബാറ്റിങ്ങിൽ 16.5 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടപ്പെട്ടുകൊണ്ട് 186 റൺസ് അടിച്ചിട്ടുണ്ട്. RCBക്ക് വേണ്ടി പതിവ് പോലെ ഇന്നലെ വിരാട് കോഹ്ലിയുടെ മാന്ത്രിക ഇന്നിങ്സ് നമ്മൾ കണ്ടിരുന്നു. 59 പന്ത് നേരിട്ട താരം പുറത്താവാതെ 4 4ഉം 4 6ഉം ഉൾപ്പെടെയാണ് 83 റൺസ് അടിച്ചു കൂട്ടിയത്. ഫാഫ് ഡു പ്ലസി, അനുജ് റാവത്ത്, രജത് പടിദാർ എന്നിവർ നിരാശപ്പെടുത്തി. കാമറോൺ ഗ്രീൻ 33ഉം ഗ്ലെൻ മാക്സ്വെൽ 28ഉം ദിനേഷ് കാർത്തിക് അവസാന ഓവറുകളിൽ വെടിക്കെട്ട് പ്രകടനം നടത്തിയ ദിനേഷ് കാർത്തിക് 8 പന്തിൽ 20ഉം നേടിയിട്ടുണ്ട്. പതിപോലെ കൊൽക്കത്ത ബൗളിങ്ങിൽ ഇന്നലെ മിച്ചൽ സ്റ്റാർക്ക് എന്ന അവരുടെ കോടിപതി ഇന്നലെയും ചെണ്ട പോലെ അടികൊണ്ടിട്ടുണ്ടായിരുന്നു. 4 ഓവർ എറിഞ്ഞ സ്റ്റാർക്ക് 11.7 എക്കോണമിയിൽ വിക്കറ്റൊന്നും നേടാതെ 47 റൺസാണ് വിട്ടു നൽകിയത്. ഹർഷിത് റാണ 4 ഓവർ 39 റൺസ് 2 വിക്കറ്റ് നേടിയിട്ടുണ്ട്. സുനിൽ നരേൻ 1 വിക്കറ്റ് നേടിയിട്ടുണ്ട്. 4 ഓവർ 40 റൺസ് വഴങ്ങിയിട്ടുണ്ട്. ആന്ധ്ര റസൽ 2 വിക്കറ്റും വീതവും നേടിയിട്ടുണ്ട്. RCBയുടെ ബൗളിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ശരിക്കും ഓപ്പണിങ്ങിൽ തന്നെ ആദ്യ പവർ പ്ലേയിൽ തന്നെ 80 റൺസിന് മുകളിൽ KKR സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിൽ സോൾട്ടും സുനിൽ നരേനും അടങ്ങിയ ഓപ്പണിംഗ് സഖ്യം ഒന്നുകൂടി മികച്ച പ്രകടനമാണ് ഇന്നലെ RCBക്കെതിരെ പുറത്തെടുത്തത്. 20 പന്തിൽ 30 റൺസ് എടുത്ത ഫിൽ സോൾട്ട് വൈശാഖ് വിജയകുമാറിൻ്റെ പന്തിൽ കാമറോൺ ഗ്രീന് ക്യാച്ച് നൽകി പുറത്തായപ്പോൾ 22 പന്തിൽ 2 4ഉം 5 6ഉം ഉൾപ്പെടെ 47 റൺസ് അടിച്ച സുനിൽ നരേൻ മായങ്ക് തകറിൻ്റെ പന്തിൽ ക്ലീൻ ബൗൾഡായി മടങ്ങുകയായിരുന്നു. വെങ്കടേഷ് അയ്യർ 50, ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ 39 പുറത്താവാതെ 39 റൺസ് എടുത്തു. റിങ്കു സിംഗ് 5 എന്നിങ്ങനെയാണ് KKRൻ്റെ സ്കോറേഴ്സിൻ്റെ ലിസ്റ്റ്. നമ്മൾ ഈ സീസണിൽ ഒരുപാട് തവണ പറഞ്ഞ കാര്യം തന്നെയായിരുന്നു RCBയുടെ ബൗളിംഗ് നിലവാരത്തിൻ്റെ ആ ഒരു അപാകത. അപ്പോൾ അതുപോലെ ഇന്നലത്തെ മത്സരത്തിലും അവർ ആവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും മികച്ച പേസ് ബൗളറായിട്ടുള്ള RCBയുടെ സൂപ്പർ താരം മുഹമ്മദ് സിറാജ് 3 ഓവർ മാത്രം എറിഞ്ഞപ്പോൾ 15.3 എക്കോണമിൽ 46 റൺസാണ് വിക്കറ്റൊന്നും നേടാതെ വിട്ടു നൽകിയത്. യഷ് ദയാൽ 4 ഓവർ 46 റൺസ് 1 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അൽസാരി ജോസഫ് 2 ഓവർ മാത്രമേ എറിഞ്ഞുള്ളൂ. 34 റൺസാണ് 17 എക്കോണമിൽ അദ്ദേഹം വിട്ടു നൽകിയത്. മായങ്ക് തകർ 2.5 ഓവർ 23 റൺസ് 1 വിക്കറ്റ് നേടിയിട്ടുണ്ട്. വൈശാഖ് വിജയകുമാർ ഇമ്പാക്ട് പ്ലെയറായിട്ട് വന്ന അദ്ദേഹം മാത്രമാണ് RCB ബൗളിങ്ങിൽ അല്പം മികച്ച പ്രകടനം പുറത്തെടുത്തത്. 4 ഓവർ എറിഞ്ഞ വൈശാഖ് വിജയകുമാർ 1 വിക്കറ്റ് നേടിയിട്ടുണ്ട്. 23 റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടു നൽകിയത്. കാമറോൺ ഗ്രീൻ 1 ഓവർ 7 റൺസ്. സോ വിരാട് കോഹ്ലിയുടെ ആ ഒരു മാന്ത്രിക ഇന്നിങ്സിനും RCBയെ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. സ്വന്തം തട്ടകമായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഈ ഒരു സീസണിലെ 2ാം തോൽവിയാണ് RCB നേരിട്ടിട്ടുള്ളത്. 3 മത്സരങ്ങളിൽ നിന്ന് 2ാമത്തെ പരാജയമാണ് ഇന്നലെ KKRനെതിരെ RCB നേരിട്ടിട്ടുള്ളത്.